നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അത് അവന്റെ സമയമാണെന്ന് കരുതിയാൽ മാത്രം മതി. ശത്രുവാണെങ്കിലും ആപത്തിൽ സഹായിക്കാനുള്ളൊരു മനസ്സിനെ അംഗീകരിക്കണമെന്നാ ഞാൻ പഠിച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ വിനയൻ എനിക്ക് വലിയ സഹായങ്ങളാ ചെയ്തു തന്നിരിക്കുന്നത്. അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവസാനം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയ എന്നെയും കുഞ്ഞിനെയും അയാളുടെ കൂടെ അച്ഛൻ പറഞ്ഞു വിടൂ. അച്ഛൻ അത്രയ്ക്ക് നിസ്സഹായനായി പോയെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ? അച്ഛനല്ലാതെ വേറെ ആരും എന്റെ കാര്യങ്ങൾ നോക്കാനില്ലാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അച്ഛാ. അഞ്ച് സഹോദരിമാരിൽ ഒരാളായിരുന്നിട്ട് പോലും ഇന്നലെ എനിക്ക് കൂട്ടിരിക്കാൻ ഭാനുമ്മ വേണ്ടി വന്നില്ലേ? എല്ലാവർക്കും ഇപ്പൊ അവരവരുടെ കാര്യം മാത്രം അച്ഛാ വലുത്. ഏയ് ചിരു, അങ്ങനെയൊന്നുമില്ല. എല്ലാരും നിന്റെ കൂടെ ഉണ്ടാവും. നിന്റെ സമ്മതമില്ലാതെ അമ്മാവൻ ഒരിക്കലും നിന്നെ വിനയന്റെ കൂടെ വിടില്ല. അതെ മോളെ, മോള് ആ കാര്യം ഓർത്ത് പേടിക്കേ വേണ്ട. ഇവിടുന്ന് ഡിസ്ചാർജ് ആയാൽ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ പഞ്ചരത്നത്തിലേക്ക് തന്നെയായിരിക്കും. അത് അച്ഛൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഭാനുമേ, നമുക്കൊരു ചായ കുടിച്ചിട്ട് പോയാലോ? നിനക്ക് വേണമെങ്കിൽ നമുക്ക് കുടിക്കാം. വല്ലതും കഴിക്കുകയും ചെയ്യാം. വീട്ടിൽ ചെന്നിട്ട് അമ്മയെ ബുദ്ധിമുട്ടിക്കട്ടല്ലോ. ആ, അത് ശരിയാ. വാ. ഇവിടത്തെ ക്യാൻറ്റീനിൽ നല്ല ചൂട് പുട്ടുകടലേ കിട്ടും. അത് കഴിച്ചിട്ട് പോവാം. വീട്ടിൽ പോയിട്ട് അമ്മ ഉണ്ടാക്കുന്നത് ഈ ദോശയൊക്കെ തിന്ന് അത് ശരിയാ വിനയ. ഹലോ, വാ. ഹലോ, ഇയാളെ തന്നെയാ വിളിച്ചേ. ഒന്ന് നിന്നേ. എന്നെ മനസ്സിലായില്ലേ? അയ്യോ, ബാമിനി മാഡല്ലേ? ഇതെന്താ ഇവിടെ? അതൊക്കെ പറയാം. നിന്നെ പിന്നെ അങ്ങോട്ട് കണ്ടില്ലല്ലോ. ബാനുമ എന്ന ക്യാൻറ്റീനിൽ പോയിരുന്നോ? ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം. നീ വേഗം വരണം. ഇപ്പൊ വരാം. മാഡം, ഞാൻ സത്യത്തിൽ പിന്നെ അങ്ങോട്ട് വരാതിരുന്നതേ ആ കുട്ടിക്കൊരു ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലായി പോയതുകൊണ്ടാ. ഓ, അവിടെ താമസിപ്പിക്കാൻ തീരുമാനിച്ച കുട്ടിയോ? ആ കുട്ടിയുടെ മുത്തശ്ശിയാ പോയത്. ഇനിയിപ്പോ കുറച്ചു കാലത്തേക്ക് അവൾക്ക് ബെഡ് റെസ്റ്റ് വേണ്ടി വരുമെന്നാ പറയുന്നത്. മിക്കവാറും മുത്തശ്ശിയുടെ കൂടെ അവള് നാട്ടിലേക്ക് തിരിച്ചു പോകും. ഞാൻ വിചാരിച്ചു നീ വല്ല ഉടായിപ്പിനും വന്നതായിരിക്കുന്നു. അങ്ങനെ കുറച്ച് ബിരുദന്മാരുണ്ടേ. അവിടെ എത്ര പെണ്ണുങ്ങള് താമസമുണ്ട്, അവരൊക്കെ ആരാണ്, അവിടെ വേറെന്തെങ്കിലും ഏർപ്പാടുണ്ടോ എന്നൊക്കെ അറിയാൻ വരുന്ന വഷളന്മാരെ. അയ്യോ, ഞാൻ അത്ര കാരണമൊന്നുമല്ല മാഡം. എന്നെ കണ്ട അങ്ങനെ തോന്നുവോ? പുറമേ കാണുന്നതാവണമെന്നില്ലല്ലോ ഉള്ളിലിരിപ്പ്. എന്തായാലും നിന്റെ മുഖം എന്നും എന്റെ മനസ്സിലുണ്ടാവും. മാഡം, മാഡത്തിന് ആരാ ഹോസ്പിറ്റലുള്ളത്? അതെന്തിന് ഇയാളറിയുന്നു? മറ്റുള്ളവരുടെ കാര്യങ്ങളെ ചൂഴ്ന്നെടുക്കാൻ നോക്കുന്നതേ വലിയ മിടുക്കൊന്നുമല്ല. ഇനിയിപ്പോ അവളെങ്ങാനും ആയിരിക്കുവോ? നോക്കിക്കളെ. സത്യം പറഞ്ഞ അമ്മാവന്റെ ഉമ്മയിൽ നിന്ന് ഒരുവിധം ഒഴിവായി പോകുന്നു പറഞ്ഞാൽ മതി. ഡോക്ടർ റൗണ്ട്സിന് വരുമ്പോ ഇവിടെ ഉണ്ടാവണമല്ലോ. രഘുവേട്ടന്റെ ഈ കഷ്ടപ്പാട് കാണുമ്പോ എനിക്ക് തന്നെ വിഷമം തോന്നുക. എത്രയും വേഗം മോളെ ഡിസ്ചാർജ് ചെയ്ത് ഇവിടെ നിന്ന് പോയാ മതിയായിരുന്നു. ഹേയ്, ഏതായാലും ഇത്രയും ആയില്ലേ. ഇനി മിയമോൾ ഓക്കെ ആയിട്ട് പോയാൽ മതി. അല്ല മോളെ, എന്താ മോളെ, ഇപ്പൊ പെയിനൊന്നുമില്ലല്ലോ?
മിയക്കുട്ടി എങ്ങനെയുണ്ടപ്പോ? മിടിക്കായോ? എങ്ങനെയുണ്ട് മോക്ക്? ഇപ്പൊ നല്ല ഭേദമുണ്ട് മാഡം. ഇന്ന് ഡോക്ടർ വന്ന് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാന്നാ പറഞ്ഞു. അതുകൊണ്ടാ രഘുവേട്ടൻ രാവിലെ വന്നത്. ഇപ്പോഴെങ്കിലും നിനക്കൊരു ഉത്തരവാദിത്വ ബോധം ഉണ്ടായല്ലോ രഘു. ഇനി മിയമോള് ഹോസ്പിറ്റലിൽ വിടുന്നവരെ ഇവരുടെ കൂടെ തന്നെ കാണില്ലേ? കാണും മാഡം. ഞാൻ ഇവരോടൊപ്പം തന്നെ ഉണ്ടോ? എന്താ പരിപാടി? എന്ത്? ആരെയാ ഒളിഞ്ഞു നോക്കുന്നേ? ആരുമില്ല, ഒറിഞ്ഞു നോക്കിയൊന്നുമല്ല. എനിക്ക് വേണ്ടപ്പെട്ട ഒരാള് ഇതിനകത്തോട്ട് കയറിയൊന്നൊരു ഡൗട്ട്. അതുകൊണ്ട് ഡൗട്ട് ക്ലിയർ ചെയ്യാനേ വാതിൽ തട്ടി അകത്തുള്ളവരെ വിളിച്ചു ചോദിച്ചാൽ മതി. വേണം. ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. അങ്ങനെ ചെയ്യരുത്. അതെ അതെ, സോറി. നിങ്ങൾ ഇതിനു വേണ്ടി മാത്രമാണോ ഹോസ്പിറ്റലിൽ വന്നത്? അല്ല ഡോക്ടറെ, എന്റെ വൈഫ് ഇവിടെ ഡെലിവറി കഴിഞ്ഞ് കിടപ്പുണ്ട്. സിസ്റ്റർക്ക് അറിയാലോ? അതെ ഡോക്ടർ, ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. അകത്ത് കയറി നോക്കണോ? വേണ്ട. എന്തിന്? ഞാൻ ഉദ്ദേശിച്ച ആളല്ല അത്. ഞാൻ പൊക്കോട്ടെ ഡോക്ടറെ. എന്താ ആഹാരമൊക്കെ കൊടുക്കുന്നത്? കഞ്ഞി കൊടുക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ. മിയമോളുടെ ടെസ്റ്റ് റിസൾട്ട് ഒക്കെ വന്നു. പേടിക്കാനൊന്നുമില്ല. ഒന്ന് ശ്രദ്ധിച്ചാ മോള് പെട്ടെന്ന് ഓക്കെ ആവും. മോളെ മിയക്കുട്ടി, സുഖമായിട്ടിരിക്കല്ലേ? ശ്വാസം ഒന്ന് വലിച്ചു വിട്ടെ.